നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പോലീസുകാരി ആംബുലൻസിന് വഴിയൊരുക്കുന്ന ഒരു വീഡിയോ ആണ്. ഗതാഗതക്കുരുക്കിൽ പെട്ടുകിടക്കുന്ന ആംബുലൻസ് അതിന് വഴിയൊരുക്കാൻ വേണ്ടി പോലീസുകാരി മുന്നിൽ ഓടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള അവസരമൊരുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതാണ് സിംഗപ്പെണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. എന്നാൽ ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമില്ല, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഗതാഗതക്കുരുക്കിനിടെ ആംബുലൻസിന് വഴിയൊരുക്കുന്ന ദൃശ്യങ്ങളിലുള്ള ആ ഒരു സംഭവത്തിൽ കയ്യടി നേടിയിട്ടുണ്ട് എങ്കിൽ പോലും ആ വാഹനത്തിൽ, ആ ആംബുലൻസിൽ രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മറ്റു വാഹനങ്ങളെ റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് ഒതുക്കി നിർത്തിയാണ് ആംബുലൻസിന് വഴിയൊരുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥ ശ്രമിച്ചിരുന്നത്. ആംബുലൻസിന് സുഗമമായി പോകാൻ വഴിയൊരുക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥ പിന്മാറിയതടക്കമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിരുന്നു. പക്ഷേ അന്ന് ആംബുലൻസിൽ അത്തരത്തിൽ പ്രവർത്തിച്ച് വഴിയൊരുക്കാൻ വേണ്ടി മാത്രം രോഗി ഉണ്ടായിരുന്നില്ല ആ വാഹനത്തിൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ആംബുലൻസിൽ രോഗികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ കണ്ടെത്തിയത്. ഓടിക്കുമ്പോൾ ആംബുലൻസിന്റെ മിററിലൂടെ ഡ്രൈവറുടെ കൈവശം ഫോൺ കണ്ടെത്തിയതിനാലാണ് ഡ്രൈവർ വീഡിയോ ചിത്രീകരിച്ചത് എന്ന് മനസ്സിലാക്കുകയും ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങുകയും ചെയ്തത്. ഡ്രൈവറെയും ആംബുലൻസും കഴിഞ്ഞ ദിവസം തന്നെ MVD കസ്റ്റഡിയിലെടുത്തിരുന്നു. വാഹനം ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ വീഡിയോ ചിത്രീകരിച്ചതിന് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറാണ് ആംബുലൻസിന് മുന്നോടിയായിട്ട് ഓടി വഴിയൊരുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ആംബുലൻസിന് പിന്നിൽ നിന്ന് ഓടി വന്ന് മുന്നിലുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരോട് വാഹനം ഒതുക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥ ആവശ്യപ്പെട്ടത്. ഇത് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണിച്ചിരുന്നു. കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലടക്കം ഇതിന്റെ ദൃശ്യങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി. കൂടാതെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ പ്രശംസിച്ചുകൊണ്ട് ഗുഡ് സർവീസ് എൻട്രി പ്രഖ്യാപിക്കുന്നതടക്കമുള്ള സംഭവങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ സംഭവിച്ചിരുന്നു. എന്നാൽ ആംബുലൻസ് ഓടിച്ചതിനിടെ താൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വാദമാണ് ഡ്രൈവർ ഫൈസൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പറയുന്നത്. വണ്ടിയിൽ രോഗിയില്ലെന്ന് പറയാനുള്ള സാവകാശം ലഭിച്ചില്ല, സൈറനും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഡ്രൈവറുടെ പക്ഷം. സോഷ്യൽ മീഡിയയിൽ വന്ന റീൽസിലൊക്കെ സൈറൻ കാണുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്ത് ചേർത്തതായിരിക്കാമെന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. എന്തായാലും തനിക്ക് ഇക്കാര്യത്തിൽ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. താൻ ഒന്നും തന്നെ ഒരു സഹായത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചോദിച്ചിരുന്നില്ല. അവർ സ്വമേധയാ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇത് എന്നാണ് ഡ്രൈവറുടെ പക്ഷം. ഡ്രൈവറെയും ആംബുലൻസിനെയും MVD കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തത്. തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷനിലെ SI അപർണ ലവകുമാറിനാണ് ഇത്തരത്തിൽ വീഡിയോയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള പ്രവർത്തനത്തിന് മുൻകൈയെടുത്തത്. അതേസമയം ഇവരെ ഇതിനു മുമ്പും സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ മാറിയിരുന്നു. കാരണം പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇവർ ജനങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സയ്ക്കിടെ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടി പണമില്ലാതെ വിഷമിച്ചിരുന്ന വീട്ടുകാർക്ക് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവള ഊരിക്കൊടുത്ത് പണയം വെക്കാൻ നൽകിയിട്ടുള്ള പോലീസുകാരിയായിട്ട് ഇവർ വന്നിരുന്നു. മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കി നൽകുന്നതിനായി തന്റെ മുടി മുഴുവനായി മുറിച്ചു നൽകിയതും ഇതേ ഉദ്യോഗസ്ഥയാണ്. അപർണ ലവകുമാറിനെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സഹായഹസ്തവുമായിട്ട് രംഗത്തെത്തുന്നതുകൊണ്ടായിരിക്കും. തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടാണ് ഇന്നവർ പ്രവർത്തിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവരെപ്പോഴും ചെയ്യാറുള്ളത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനിടെ അത്യാസന്ന നിലയിൽ രോഗിയുമായിട്ട് വന്നിട്ടുള്ള ആംബുലൻസിന് വഴിയൊരുക്കുക എന്നുള്ളത് അത് തന്റെ ഒരു ധാർമ്മികതയാണ് എന്ന് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിന് പ്രവർത്തിച്ചു എന്നായിരുന്നു. സംഭവത്തിന് ശേഷം വലിയ രീതിയിൽ കയ്യടി നേടിക്കൊണ്ട് ആളുകൾ രംഗത്തെത്തിയപ്പോൾ മറുപടിയായിട്ട് ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നത് താൻ ചെയ്തത് പോലീസ് സേനയിലെ ഏതൊരംഗവും ചെയ്യുന്ന കാര്യമാണെന്നും അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും അപർണ മാധ്യമങ്ങളോട് പിന്നീട് പറയുകയുണ്ടായി. ആംബുലൻസ് ഞങ്ങൾ സഞ്ചരിച്ച പിങ്ക് പോലീസ് വാഹനത്തെ ആദ്യം മറികടന്ന് പിന്നീട് വാഹനം ഗതാഗതക്കുരുക്കിൽ പെടുന്നത് കണ്ടു. ഇത് തിരിച്ചറിഞ്ഞതോടെയാണ് താൻ പോലീസ് വാഹനത്തിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് ആംബുലൻസിന് വഴിയൊരുക്കിയതെന്നാണ് സംഭവത്തിൽ അന്ന് അവർ പറഞ്ഞത്. അതേസമയം 2002 അപർണ കേരള പോലീസിന്റെ ഭാഗമായത്. 2009 ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ ആയിരുന്നപ്പോൾ അവർ ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഒരു സ്ത്രീയുടെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടു നൽകാൻ വിസമ്മതിച്ച ആശുപത്രി അധികൃതർക്ക് മുന്നിൽ വീട്ടുകാർ ബുദ്ധിമുട്ടിലാണ് എന്ന് മനസ്സിലാക്കിയതോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന 3 സ്വർണ്ണവളകൾ ഊരി നൽകിയാണ് അന്നവർ മാതൃകയായത്.
ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം നടത്തിയിട്ടുള്ള അന്വേഷണം അതാണ് ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. വാഹനത്തിൽ രോഗികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.